ഞാൻ ഒരു കൊളാബ് തന്ന പണി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കൊളാബ് തന്ന പണി എന്ന് പറഞ്ഞാൽ കൊളാബായിരുന്നില്ല പണി, പ്രൊഡക്റ്റ് എനിക്ക് സ്യൂട്ടാവാത്തതായിരുന്നു. അതിനുള്ള കാരണം ഞാൻ വഴിയേ പറയാം. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ അത്യാവശ്യം ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ കൊളാബ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അതിനെ യൂസ് ചെയ്യും, അതെനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ എനിക്ക് സെക്കൻഡ് ടൈം വരുന്ന മെഹന്തിയുടെ ഒരു കൊളാബാട്ടോ ഇത്. അത് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെ ഈ പ്രഗ്നൻസി ടൈമായിട്ട് പോലും ഞാനത് ചെയ്യാമെന്ന് കരുതി. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ കല്യാണ സീസണൊക്കെ അല്ലേ, അപ്പം നല്ല നല്ല മെഹന്തിയൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ എല്ലാവരും. അങ്ങനെ രാത്രി ഞാൻ മെഹന്തി ഇട്ട് എന്നെക്കൊണ്ട് മുഴുവനായിട്ട് ഇടാൻ സാധിക്കാത്തതുകൊണ്ട് ബാക്കി റെമിക്കാട്ടോ ഇത് ഇട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് നെയിൽ കോണാണ്. ഇത് കൂടാതെ അവരുടെ അടുത്ത് ഹാൻഡ് കോണും അതുപോലെ തന്നെ സ്റ്റെൻസിൽ, ലിക്വിഡ്, ബിഗിനേഴ്സ് കിറ്റൊക്കെ ഉണ്ട്. എനിക്കും ഗർഭ, എൻ്റെ കാലിനും ഗർഭ എന്ന് പറഞ്ഞ പോലെ എനിക്ക് നല്ല സെല്ലിംഗ് ഒക്കെ ഉണ്ട് കാലിന്. അതുകൊണ്ട് ഞാൻ ആംഗ്ലറ്റൊക്കെ അയച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കാലിൽ വരെ റെമിക്കാൻ്റെ ഹെൽപ്പോട് കൂടി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ പണി ആരംഭിക്കുന്നത്. ഞാൻ ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് ആ മെഹന്തി ഒന്ന് അപ്ലൈ ചെയ്തു. പിറ്റേന്ന് അത് റിമൂവ് ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു ഇച്ചിങ് പോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് യൂസിൽ എൻ്റെ നെയിലിൻ്റെ കളർ ഇതാട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഇച്ചിങ് എനിക്കിങ്ങനെ കൂടി കൈയൊക്കെ ഒന്ന് ബൾജായി, ഒരു സെല്ലിങ് പോലെ വരാൻ വേണ്ടി തുടങ്ങി. നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു ആ കൈക്ക്. അത് രാത്രി ആയപ്പോഴത്തേ മെഹന്തിയുടെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. നെയിൽ കണ്ടില്ലേ, ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം രാത്രി ആയപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടോ. പിന്നെയും ഇച്ചിങ് കൂടി, അതുപോലെ തന്നെ സ്വെല്ലിങ് നല്ലപോലെ കൂടി, കൈയെല്ലാം നല്ല റെഡിഷായി. ഇത് കാണാൻ പറ്റുന്നില്ലേ. അപ്പം ഞാൻ ഡോക്ടറെ കാണേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ടാ. ഇതിൻ്റെ റീസൺ ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ മിസ്റ്റേക്കൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇത് യൂക്കാലി എനിക്ക് അലർജി ആയതാണ്. ഓർഗാനിക് മെഹന്തിൻ്റെ അകത്ത് ഇവർ യൂസ് ചെയ്യുന്നതാണ് യൂക്കാലി. അപ്പോൾ അതെല്ലാവർക്കും സ്യൂട്ടാവില്ല. ഒരു സാധനത്തിന് അലർജി ഇല്ലാത്ത എനിക്ക് യൂക്കാലി അലർജിയായി. പക്ഷേ ഇവരുടെ മെഹന്തി അടിപൊളിയാണ്, പ്രൊഡക്റ്റ് രണ്ടും അടിപൊളിയാണ്. കാരണം എൻ്റെ കാലിനകത്ത് കണ്ടില്ലേ, ഞാൻ ഒറ്റ തവണ യൂസ് ചെയ്തതാണ്. അതിന് സ്റ്റെയിൻ കണ്ടില്ലേ. ഞാൻ മുമ്പേ ഇട്ടിരുന്ന മൈലാഞ്ചി നിങ്ങൾക്ക് കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് പോയാൽ മനസ്സിലാവും. മുമ്പേ ഇട്ടിരുന്ന മൈലാഞ്ചി പോലും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് എന്താ പറയാനുള്ളത്, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് സ്കിന്നിലോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെഡിസിനൊക്കെ എടുക്കുന്ന സമയത്ത് ടെസ്റ്റ് ഡോസ് ചെയ്യുന്ന പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എനിക്കിങ്ങനെ വന്നെന്ന് കരുതി ആരും പേടിക്കണ്ട കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റാണിത്. പിന്നെ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ശ്രദ്ധിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അനുഭവം കൂടെ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ നല്ല മെഹന്തി നോക്കുന്നവർക്ക് വേണ്ടി ഞാൻ അവരുടെ പേജ് കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ബൈ.